ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ തിരിച്ചടിക്കാൻ തുടങ്ങിയോ? തിരിച്ചടിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനകളാണ് വരുന്നത്. പക്ഷേ തിരിച്ചടിക്കാൻ എടുത്ത ഒരു മാർഗത്തെ പറ്റിയിട്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം അതിൻ്റെ ഒരാൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് അമൃത് മോണ്ടലാണ്. അമൃത് മോണ്ടൽ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാളൊരു ഹിന്ദുവാണ്, അവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ടെററിസ്റ്റ് എന്നും അവിടുത്തെ പോലീസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, അവിടുത്തെ ടെററിസ്റ്റ് എന്നവർ വിളിക്കുകയാണെങ്കിൽ അതെന്താണ്, അവിടുത്തെ ഈ അനീതിക്കെതിരെ, ഈ മതക്കൊലയ്ക്കെതിരെ, മതം നിന്ന് ആരോപിച്ചുള്ള കൂട്ടക്കൊലയ്ക്കെതിരെ തിരിച്ചടിക്കുന്ന ഒരാളെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അയാൾ ടെററിസ്റ്റ് അല്ല എന്നുള്ള മനസ്സിലായി. ഇയാളെ മന്ത്രവാദി എന്ന് ആരോപിച്ചാണ്, എക്സ്ട്രോഷൻ നടത്തുന്ന ആൾ എന്നാരോപിച്ചാണ്, ഇയാൾ ഈ പറയുന്ന ഉച്ചാരണമൊക്കെ നടത്തുന്ന ആളാണെന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതക്കൂട്ടം തല്ലിക്കൊന്നത്. അപ്പോൾ തല്ലിക്കൊന്ന സ്ഥലം എന്ന് പറയുന്നത് രാജ്പർസ് പങ്ഷ ഉപസില എന്ന് പറയുന്ന പ്രദേശത്താണ് ഇയാളെ അടിച്ചു കൊല്ലുന്നത്. അപ്പോൾ ഈ അടിച്ചു കൊല്ലുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, ഇയാൾ ഒരു ഹിന്ദുവാണ്, ഈ പറയുന്ന മന്ത്രവാദം നടത്തുന്ന ആളാണ് എന്നാണ്. മന്ത്രവാദം എന്നുള്ളതല്ല, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ. നമുക്ക് ഒരുപാട് വിധത്തിലുള്ള പൂജകളുണ്ടല്ലോ. ഒന്ന് ശാന്തിയുണ്ട്, ശാന്തിയാണ് ഈ പറയുന്ന അമ്പലത്തിലൊക്കെ ചെയ്യുന്നത്. താന്ത്രികമുണ്ട്, അതായത് ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള തന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, അതാണ് തന്ത്രി ചെയ്യുന്ന ജോലികൾ, താന്ത്രികം. പിന്നെ മാന്ത്രികമുണ്ട്, അതായത് മരുന്നും മന്ത്രവാദവും എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം, ഒരു രോഗത്തിന് മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും ചികിത്സിക്കും. അതാണ് യാഥാർത്ഥ്യം. മനസ്സിനും ബുദ്ധിക്കും ഉള്ള ചികിത്സയുമുണ്ട്, ശരീരത്തിനുള്ള ചികിത്സയുമുണ്ട്. അപ്പോൾ മനസ്സും ബുദ്ധിയും ശരീരവും ഒന്നായിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് ഒരുമിച്ചാണ് ചികിത്സ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രോഗത്തിന്, അതായത് നമ്മൾക്ക് ആയുർവേദ പ്രകാരം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ രോഗത്തിനും ശമിക്കാനായിട്ട് മരുന്നിനോടൊപ്പം മന്ത്രവുമുണ്ട്. അപ്പോൾ മന്ത്രവാദം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ ചേർക്കുമ്പോഴാണ് പ്രശ്നം, ദുർമന്ത്രവാദമാകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ദുർമന്ത്രവാദമല്ലാത്ത മന്ത്രവാദം എന്ന് പറയുന്നത് മനുഷ്യന് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ടും പല പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സൗഖ്യത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ മന്ത്രവാദം ചെയ്യാൻ കഴിയുകയും ചെയ്യും. അത് നല്ലതായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ പാമ്പിൻ്റെ വിഷം, അത് വെനം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പാമ്പിൻ്റെ വിഷം എന്താണ് ചെയ്യുന്നത്? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകും. അത് വെച്ചിട്ട് നമുക്ക് ആൻറ്റിവെനം ഉണ്ടാക്കാം, മരുന്നുകൾ ഉണ്ടാക്കാം, ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഈ പറയുന്ന നവപാഷാണമാണ് പളനിയിലെ വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ ഓരോന്നിനും ഓരോരോ ഉപയോഗമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആഹാരമായിട്ട് കഴിക്കുന്ന സാധനങ്ങളിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അത് വിഷതുല്യമാകും എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ തൈരും മീനും വിഷതുല്യമാണ് എന്ന് പറയും. അതുപോലെ ഈ പറയുന്ന നമുക്ക് നല്ലതായിട്ട് കഴിക്കാം, തൈരായിട്ട് കഴിക്കുകയും മത്സ്യമായിട്ട് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല എന്നുള്ളൂ. അപ്പോൾ അതുപോലെ വിഷമയമല്ലാത്ത രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആചാരത്തിൻ്റെയും ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്, മതത്തിൻ്റെയും കൂടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എന്നാണ് പറയപ്പെടുന്നത്. അയാൾ ഒരു സാമ്രാട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമ്രാട്ട് അമൃത് മോണ്ടലിനെ, അക്ഷയ് മോണ്ടൽ എന്ന് പറയുന്ന ആളുടെ മകനാണ്. ഇയാളുടെ അറിയപ്പെട്ടിരുന്ന വിളിപ്പേര് സാമ്രാട്ട് എന്നാണ്. സാമ്രാട്ട് ബാഹിനി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ഇയാൾക്കുണ്ടായിരുന്നു, സായുധ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൻ്റെ കയ്യിൽ വെടിക്കോപ്പുകളുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഓർക്കണം, ഇതൊരു ഹിന്ദു ഗ്രൂപ്പ് മാത്രമല്ല. ഇയാളുടെ പ്രധാനപ്പെട്ട സഹായി മുഹമ്മദ് സലീം എന്ന് പറയുന്ന ആളാണ്. അയാളുടെ കയ്യിൽ നിന്ന് തോക്കുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാമ്രാട്ട് ബാഹിനി ഹിന്ദുക്കളുടെ മോചനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊണ്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാനൊന്നും കഴിയില്ല. പലതരത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുതിട്ടുകൊണ്ട് ഇയാൾ ഹിന്ദു ആയതുകൊണ്ടും ഈ പറയുന്ന മാന്ത്രികമൊക്കെ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് നയിക്കുന്ന ആളായതുകൊണ്ടും ഇയാൾക്കെതിരെ വലിയ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇയാൾ രാജ്യം വിട്ടു പോയിട്ടുണ്ട്, ഇന്ത്യയിലേക്കാണ് വന്ന് താമസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇയാൾ തിരികെ ചെന്ന സമയത്താണ്, ഇപ്പോൾ ഈ ഇടയ്ക്ക് അവിടെ തിരികെ എത്തിയപ്പോഴാണ് ഇയാളെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത് എന്നുള്ളതാണ്. അങ്ങനെ കൊല ചെയ്യപ്പെട്ടു. ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ആളിനെ നഗ്നനാക്കി, വിവസ്ത്രനാക്കി, മർദ്ദിച്ച് അവശനാക്കി, കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിച്ച് കൊന്ന ബംഗ്ലാദേശിലാണ് ഇപ്പോൾ അമൃത് മോണ്ടൽ എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെ കൂടി കൊല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷം അവിടെ നിൽപ്പുണ്ട്. ചോട്ടോഗ്രാം എന്ന് പറയുന്ന ചിറ്റഗോങ്ങിൽ അവിടുത്തെ കുടുംബങ്ങളുടെ വീടുകൾ, ഹിന്ദു കുടുംബങ്ങളുടെ വീടുകൾ അഗ്നിക്ക് ഇരയാക്കി എന്നുള്ള ഒരു വാർത്ത നേരത്തെ വന്നിരുന്നു. അപ്പോൾ ഹിന്ദുക്കൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് നമ്മൾ ആലോചിക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലൊരു അനീതിയുണ്ട്, ഒരു അക്രമി സംഘം രൂപീകരിക്കപ്പെട്ടു, നമ്മൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഈ അക്രമ സംഘത്തെ പ്രതിരോധിക്കും. അതല്ലേ സ്വാഭാവികമായിട്ടും ചെയ്യുക. അത് മനുഷ്യരുടെ സ്വഭാവമാണ്. അത് എവിടെയായാലും ശരിയാണ്. ഏത് തരത്തിലുള്ള മതത്തിൻ്റെ രൂപത്തിലായാൽ മതത്തിനെ മറ്റാൾക്കാർ ചേർക്കും, ഇല്ലെങ്കിൽ ഒരു അക്രമി സംഘമാണെങ്കിൽ അതിനെ ചേർക്കും,
ഇപ്പം നിയമപരമായ പോലീസ് ചെയ്യുന്നതല്ലേ, പോലീസ് ഒരു ഫോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നു, എന്നിട്ട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി നടത്തുന്നവരെ ചെറുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒന്നിച്ചു ചേരുകയും അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിരോധിക്കുകയും വേണം. നമ്മുടെ സത്സംഘചാലക് മോഹൻ ഭാഗവത് ജി പറഞ്ഞത് അത് തന്നെയാണ്, ഹിന്ദുക്കൾ ഒന്നിക്കുക, പ്രതിരോധിക്കുക എന്നുള്ള. പ്രതിരോധിക്കുമ്പോഴത്തേക്ക് ഈ പരിപാടിയൊക്കെ നിൽക്കും. പണ്ട് നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് അതിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് പാർട്ടീഷൻ നടന്നപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉണ്ടാകുന്നു. അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവരികയും 40,000 ഹിന്ദുക്കളെ ഒറ്റയടിക്ക് കൊല ചെയ്യപ്പെടുകയും ചെയ്തു. കൊന്നു തള്ളിയതാണ് 40,000 ഹിന്ദുക്കളെ ഒറ്റയടിക്ക് കൊന്നു തള്ളി. അപ്പോൾ ഈ കൊന്നു തള്ളുമ്പോൾ 2 ദിവസം കൊണ്ടാണ്, 2 രാത്രികൾ കൊണ്ടാണെന്ന് വേണം പറയാം. ഒരു രാത്രി, പിന്നെ ഒരു പകൽ, മറ്റൊരു രാത്രി. അപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ ജനങ്ങൾ ഒന്നിക്കുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്തു. തിരിച്ചടിച്ചപ്പോൾ സോറാവർദി, അന്നത്തെ ബംഗാൾ പ്രീമിയർ ആയിരുന്ന ആൾ, പെട്ടെന്ന് പറഞ്ഞു, ഈ തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബംഗാൾ പാർട്ടീഷൻ ചെയ്ത് ബംഗാൾ ബാക്കി ഉണ്ടാവില്ല, ഹിന്ദുക്കൾ തിരിച്ചടിക്കാൻ തുടങ്ങി. അപ്പോൾ ഹിന്ദുക്കൾ അങ്ങനെ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഉടനെ സമാധാനം കൊണ്ടുവന്നു. ഇല്ല, പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ബംഗാൾ റൈറ്റ് ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ, ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒന്നിച്ചില്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന കലാപകാരികൾക്ക് പെട്രോളും അതുപോലുള്ള ആയുധങ്ങളും ഒക്കെ തലേ ദിവസം തന്നെ എത്തിച്ച് നൽകി പെട്രോൾ വാങ്ങുക, കൂപ്പൺ വരെ കൊടുത്ത സ്ഥലമാണ് ഈ പറയുന്ന ബംഗാൾ എന്ന് പറയുന്നത്. അങ്ങനെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച സ്ഥലമാണ്. അതിനെതിരെയാണ് വലിയ പോരാട്ടം ഹിന്ദുക്കൾ തിരിച്ചടിച്ചതോടുകൂടി പ്രശ്നം തീർന്നു. അപ്പോൾ എവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ ഗോദ്ര കലാപം എടുത്താൽ അറിയാമല്ലോ. ഈ പറഞ്ഞ രാജ്യത്ത് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മനുഷ്യരെ ട്രെയിനിലിട്ട് കത്തിച്ചപ്പോൾ ഹിന്ദുക്കൾ തിരിച്ചടിച്ചതോടുകൂടി തന്നെ അവിടെ ഇപ്പം വലിയ സമാധാനമല്ലേ. അപ്പോൾ ശക്തൻ്റെ സമാധാനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാപകാരികൾ നിരന്തരമായി കാഫറിനെ കൊല്ലണമെന്നും അധികാരം പിടിക്കണമെന്നും ഞങ്ങളുടെ രാജ്യം വരണമെന്നും മതരാഷ്ട്രം സ്ഥാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദുക്കൾക്ക് 11 വർഷമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് എവിടെ ഹിന്ദു രാഷ്ട്രം വല്ലേ സ്ഥാപിച്ചു? മോഹൻ ഭാഗവത് എന്താണ് പറഞ്ഞത്? RSSൻ്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് ജി പറഞ്ഞത് ഇത് ഹിന്ദുരാഷ്ട്രമാണ്. ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് ഏക മതത്തിൻ്റെ ഹിന്ദുക്കൾ മാത്രം ജീവിക്കുന്ന, മറ്റുള്ളവരെ കൊല്ലുന്ന രാജ്യമെന്നല്ല. ഹിന്ദു മതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുരാഷ്ട്രമായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ കാണും, അവർക്ക് സുഖമായിട്ട് ജീവിക്കാനും പറ്റും, ഒരു പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ സുരക്ഷിതമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അല്ലെ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സുരക്ഷിതമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയും. ഹിന്ദുക്കൾ സുരക്ഷിതമാണ്. അത് ഹിന്ദുക്കളുടെ ആധിപത്യം ഇവിടെ ഉള്ളതുകൊണ്ട്, ഹിന്ദുക്കൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഹിന്ദുക്കൾ എന്ന് കുറയുന്നോ അന്ന് മറ്റു മതങ്ങൾ വയലൻസ് കാണിച്ചു തുടങ്ങും. അത് നമ്മൾ എല്ലായിടത്തും കണ്ടതാണ്. ഹിന്ദു ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് 100 കണക്കിന് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അവരുടെ ഗതികെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. ഹിന്ദുക്കൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഗതികേടിൽ ഇവിടെ പാകിസ്ഥാനിൽ ജീവിക്കുന്നു. സിന്ധ് മേഖലയിൽ നിന്ന് ഒരു വിവാഹത്തിന് പോയ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു, ഹിന്ദു യുവതിയെ. അപ്പോൾ ഇത് പാകിസ്ഥാനിൽ നിരന്തരമാണ്, ബംഗ്ലാദേശിൽ നിരന്തരമാണ്. നിരന്തരം ഗ്യാങ് റേപ്പുകൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, യുവാക്കളെ അടിച്ചു കൊല്ലുന്നത്. ഇതുപോലെ അമൃത് മോണ്ടലിനെയൊക്കെ പോലെ അവിടുത്തെ ഹിന്ദു സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയിട്ട് നിലനിൽക്കുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമൃത് മോണ്ടലിൻ്റെ ഒരു വലിയ ശക്തമായ ഗ്രൂപ്പൊന്നും അല്ലായിരുന്നു അവിടെ എന്ന് വേണം വിലയിരുത്താനായിട്ട്. അമൃത് മോണ്ടലിനെ ഇല്ലെങ്കിൽ കൊല്ലാനൊന്നും കഴിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിൽ ശക്തമാകുന്നു, സജീവമാകുന്നു. ആൾക്കാർ ഒന്നിക്കുന്നു, ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്ന് പ്രതിരോധം തീർക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഒരാൾ പോലും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സന്നാഹങ്ങൾ ഒരുക്കുന്നുമുണ്ട്. അപ്പോൾ പല മേഖലകളും ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലേക്ക് പോകും. അധികം വൈകാതെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകാം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു സിവിൽ വാറിലേക്കൊക്കെ ഒരുപക്ഷെ നയിച്ചേക്കാം. പക്ഷേ അവിടുത്തെ ആർമിയുടെ നിലപാടൊന്നും ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ നിലപാടിനൊപ്പമല്ല. കാരണം അവിടുത്തെ സൈന്യത്തിൽ ഒരുപാട് ഹിന്ദുക്കളുണ്ട്. അവിടുത്തെ സൈന്യത്തിലും പോലീസിലുമൊക്കെ ഒരുപാട് ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സൈന്യം അത്തരത്തിൽ നിലപാടെടുത്തൊന്നും വരില്ല. സൈന്യം പറയില്ല ഞങ്ങൾ, എന്നാൽ പിന്നെ സൈന്യത്തിന് ഇപ്പോൾ അക്രമം നടക്കുമ്പോഴും അവർ ഈ ഒരു സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഈ പറയുന്ന ഷേഖ് ഹസീനെ അവിടുന്ന് പുറത്താക്കിയതിന് ശേഷം അവിടെ പട്ടാളത്തിന് വേണമെങ്കിൽ അധികാരം പിടിച്ചെടുക്കാം. അങ്ങനെ അധികാരം പിടിച്ചെടുത്തിട്ടില്ല പട്ടാളം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് അവിടെ ആരാണോ അധികാരത്തിൽ ഭരണഘടനാപരമായിട്ട്, ഇപ്പോൾ ഭരണഘടന പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു പാവയാണ് ഇരിക്കുന്നത് എങ്കിൽ കൂടിയും അവർ അധികാരത്തിനെ ഇല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്ര നേതൃത്വത്തിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവിനെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് സൈന്യം എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.
ഇനി അതല്ല സൈന്യത്തിന് അധികാരം പിടിച്ചെടുത്താൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെട്ടേക്കും. പക്ഷെ അത് ചെയ്യുന്നില്ല. എന്തായാലും തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ തന്നെ ഹിന്ദുക്കൾ തീരുമാനിച്ചിരിക്കുന്നു. ഹിന്ദുക്കൾ ഒരു ശക്തിയായിട്ട് നിലനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് അമൃത് മോണ്ടൽ. അമൃത് മോണ്ടൽ ഒരു വിജയിച്ച ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഹിന്ദുക്കൾ അവിടെ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ പല ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ചെറുത്തുനിൽപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും തങ്ങളുടെ മേഖലയിലേക്ക് ആക്രമണം നടത്താൻ ആരും ധൈര്യപ്പെടരുത് എന്നുള്ളതാണ്. ഇപ്പം ധാക്കയിലും മറ്റു പല മേഖലകളിലുമാണ് ഈ ചിറ്റഗോങ്ങിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും അവിടെ ഒരുങ്ങുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന.